ത്രിയേക ദൈവത്തിന് സ്തുതി. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം അവസാന ഭാഗം. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് നാം തന്നെ അവൻ്റെ ഭവനം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ സുഹൃതങ്ങളാൽ രൂപപ്പെടുന്ന ക്രിസ്തീയ ജീവിതം. ഈ ജീവിതത്തിന് അവകാശപ്പെട്ടവർ ക്രിസ്തുവിൻ്റെ ഭവനമാണ്. ക്രിസ്തുവിൻ്റെ ഭവനത്തിൽ ദൈവവചനത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞ് നിൽക്കണം. വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. വചനം നമ്മെ സൗഖ്യമാക്കുന്നു. വചനത്താൽ നാം ജീവിപ്പിക്കപ്പെടുന്നു. ജീവന്റെ വചനമാകുന്ന ക്രിസ്തുവിനെ കാണുവാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കട്ടെ. ഒരു പിതാവ് നമ്മെ പഠിപ്പിക്കും പോലെ നോമ്പ് ഒരു ഉറപ്പാണ്. വരണ്ട തൊണ്ടയുടെയല്ല, നനവ് തോരാത്ത ഒരു വസന്തം നമുക്ക് വേണ്ടി പെയ്യുമ്പോൾ നിറയാൻ പാകത്തിൽ ആത്മാവ് ഒരുക്കിയെടുക്കുന്നു എന്ന നേരുറപ്പ്. ആയതുകൊണ്ട് ഈ നോമ്പ് കാലം ഉള്ളു കഴുകിയെടുക്കുന്നൊരു കാലം, ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട കാലം, ദൈവവിചാരത്തിൽ ജീവിക്കേണ്ട കാലം, വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നവീകരിക്കാനുള്ളൊരു കാലം, മാറ്റങ്ങളും മനപരിവർത്തനവും സ്വായത്തമാക്കുന്ന ഒരു വഴിത്തിരിവിൻ്റെ കാലം, നന്മയ്ക്കു വേണ്ടി സ്വയം മാറ്റുന്ന കാലം. മനുഷ്യജീവിതത്തിൻ്റെ നിസ്സാരതകളെ ധ്യാനിപ്പാൻ ഇടയാകട്ടെ. ആത്മനിന്ദയല്ല, അകത്തെ ഒഴിവാക്കുക എന്നതിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നോമ്പ് സഹായിക്കട്ടെ. യാഥാർത്ഥ്യബോധ്യത്തോടുകൂടി ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. സ്വയം വേദന നൽകുന്ന സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയം പോലെ ആക്കി തീർക്കുവാൻ ഇടയാക്കട്ടെ. നഷ്ടപ്പെട്ടുപോയ ആത്മവിശ്വാസത്തെ വീണ്ടെടുക്കുവാൻ, കരിന്തിരി കത്തുന്ന ദൈവാനുഭവത്തെ ജ്വലിപ്പിക്കുവാൻ, തേഞ്ഞുപോയ പ്രാർത്ഥനാനുഭവത്തെ മൂർച്ചപ്പെടുത്തുവാൻ, നിസ്സംഗമായ ബന്ധങ്ങളെ ജീവനുള്ളതാക്കുവാൻ ഈ നോമ്പാചരണം നമ്മെ സഹായിക്കട്ടെ. പാപബോധത്തെ ഉണർത്തുന്ന പ്രാർത്ഥന, അനുതാപ വഴികളിലേക്ക് നയിക്കുന്ന ഉപവാസം, പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും പാതയിലൂടെ നയിക്കുന്ന വിശുദ്ധ കുംഭസാരം, വിശുദ്ധ തിരുശരീര രക്തങ്ങളാകുന്ന വഴിയാഹാരം, ഇവയിൽ ബലപ്പെട്ട് ജീവിതത്തെ നയിക്കുവാനും പൂർത്തീകരിക്കുവാനും സഹായിക്കട്ടെ. ഒരു ഗുരു ശിഷ്യനോട് പറഞ്ഞതുപോലെ, ഒരു പൂവിനെ പോലെ പൊഴിഞ്ഞു വീഴുന്നതുവരെ പുഷ്പിച്ച് നിൽക്കുക. ഒരു പുഷ്പത്തെ പോലെ കൊഴിഞ്ഞു വീഴുന്നതുവരെ സുഗന്ധം പരത്തുന്ന, രുചികളെ വെടിഞ്ഞ് രുചികളെ പകരുന്ന, ഒരു സൗഗന്ധം പരത്തുന്ന ഒരു പുഷ്പമായി രൂപാന്തരപ്പെടുവാൻ ഈ നോമ്പുകാലം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മെ നിറയ്ക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.